ഹലോ. അപ്പോൾ കോമഡി കുക്സ് കാണുന്നതും കാണാത്ത എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫാമിലി വീക്കിലെ ലാസ്റ്റ് എപ്പിസോഡാണ്. ആരാണ് ഇന്ന് കുക്ക് ഓഫ് ദ വീക്ക് ആയത് എന്നൊക്കെ നമുക്കറിയാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കുക്കിൻ്റെ കൈ കെട്ടി വെക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് ഇവർക്ക് വലിയൊരു ടീഷർട്ട് ബനിയൻ പോലത്തെ ഒരു സാധനം തരും. അതിന് 3 ഓട്ട ഉണ്ടാവും. 3 തര ഇടാൻ വേണ്ടിയിട്ടാണ്. 3 പേരാണല്ലോ നമുക്ക് ഇന്നുള്ളത്. സോ അങ്ങനെ ഇവർ നടുവിൽ കുക്ക്, 2 സൈഡിലായിട്ട് പൂക്കി, ഫാമിലി മെമ്പർ, ഈ ഒരു ഓർഡറിലാണ് ഇവർ നിൽക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം, ഇത് ഇട്ടുകൊണ്ട് വേണം ഇവർ പാൻട്രി പോയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് 3 മിനിറ്റാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ അഡ്വാൻറ്റേജ് ടാസ്ക് കിട്ടിയിരിക്കുന്നത് സന്ധ്യാമ്മയ്ക്കായിരുന്നു. അവർക്ക് ഇത് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ സാധനം കളക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് പോയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് വരാം. അത് നല്ലൊരിതായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വന്നതിന് ശേഷം ഇവർക്ക് ടൈം കൊടുക്കുകയാണ്. ഓരോ ഹിൻഡ്രൻസ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ 3 പേരും കൂടി ഒരു ഇതിനകത്ത് നിന്നിട്ട് വേണം. കൈ ഓൾറെഡി കെട്ടിയ അവസ്ഥയിൽ തന്നെ ആയിരിക്കും കുക്കിൻ്റെ ഉണ്ടാവുക കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഓരോ കൈ ആയിട്ടാണ് ഉണ്ടാവുക. പൂക്കിൻ്റെ കൈയും കുക്കിൻ്റെ ഫാമിലിയിലെ ഒരാളുടെ കൈയും അങ്ങനെയുള്ള രീതിയിലാണ് ഇവർ കുക്ക് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ആ രീതിയിൽ ഇവർ കുക്ക് ചെയ്യണം. നേരത്തെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോയത് ഇവർ 2 ടീം ഒരു സമയത്ത് അങ്ങനെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവർക്ക് ഇന്ന് കുക്ക് ചെയ്യേണ്ട ഡിഷിൻ്റെ തീം എന്ന് പറയുന്നത് ഫാമിലി ഫേവറേറ്റ്സ് എന്നുള്ളതാണ്. ഫാമിലിയിൽ ഫേവറേറ്റ് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ നിൽക്കുന്ന ഒരു ഡിഷ് ഉണ്ടാവുമല്ലോ, അത് കുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു തീം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 1 അവർ ആണുള്ളത്. ആദ്യം ഇവർ ഈ രീതിയിൽ നിന്ന് കുക്ക് ചെയ്യണം. പിന്നെ അവർക്ക് ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അതായത് ഈ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഒരു വീഡിയോ ക്ലിപ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഈ പരിപാടി നടക്കുന്നതിനിടയിൽ അവർ നേരിടുന്ന കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്സ് ഇടുന്നുണ്ട്. അത് രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഇതുവരെ ഞാൻ എപ്പിസോഡിൽ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് ഈ ടാസ്ക് കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടും. ഇവരിങ്ങനെ ഇതിനുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്നുണ്ട്. ഇവരെങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ഞാനത് കണ്ടപ്പോൾ ആലോചിച്ചു. ഫുള്ള് ബഹളമായിരുന്നു തുടക്കത്തിലൊക്കെ. പ്രത്യേകിച്ച് അനുമോള് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് അശ്വിനെ ഇട്ടിട്ട് വട്ടം കറക്കുന്നതാണ്. അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതായിരിക്കാം. എന്ത് തന്നെയായാലും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അൻസിബേൻ്റെ അവിടേക്ക് നോക്കുമ്പോൾ ടേബിളിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ശാന്തമാണ്. ഡെയിൻ ആണെങ്കിലും വലിയ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്ന ആളൊന്നല്ലല്ലോ. അൻസിബേൻ കണക്കാണ്, അതേ അങ്ങനെ തന്നെയാണ്. പിന്നെ മമ്മിയാണ് എല്ലാം ചെയ്തത്. ലാസ്റ്റ് പറയുന്നുണ്ട് മമ്മി ഒറ്റയ്ക്കാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഹെൽപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അനുമോളുടെ കാര്യത്തിലാണ് അനുമോൾ ആണ് കുക്കിംഗ് ചെയ്യുന്നത്. മെയിൻ അനുമോളാണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഓരോ കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട്. കൈ പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ടിങ്കിൾ വന്നിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇന്ന് എൻ്റെ അമ്മയും കൂടി കാണാൻ വേണ്ടിയിട്ട് കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫുൾ എപ്പിസോഡല്ല, കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡേയിൻ്റെ തമാശകളാണ് കൂടുതൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ അവരൊരു മണിക്കൂറിനുള്ളിൽ എങ്ങനെയൊക്കെയോ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതല്ലെങ്കിലും സെർവ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ ആരും ബാക്കോട്ടല്ല, അടിപൊളിയായിട്ട് സെർവ് ചെയ്യും. എങ്ങനെ ഇവർക്ക് ഇത് സാധിച്ചു എന്ന് ഞാൻ അന്നപ്പോൾ ചിന്തിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരുത്തരും എന്താ ഉണ്ടാക്കിയത്, എന്താണ് ഷെഫ് പറഞ്ഞത്, ആരാണ് ജയിച്ചത് എന്നൊക്കെ നോക്കിയാലോ. സോ ഫസ്റ്റ് അനുമോളാണ് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അനുമോളുടേത് കപ്പ, മീൻ, മത്തി ഫ്രൈ, മത്തി കറി, പിന്നെ കുറേ ടൈപ്പ് ചമ്മന്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. സോ അനുമോളുടേത് ഒരു രക്ഷയില്ല എന്നാണ് കുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളെ ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു നാടൻ വിഭവമായിട്ട് ഫീൽ ചെയ്തു. അടുത്തത് നമ്മുടെ ഹൻസിബയാണ്. ഹൻസിബയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു മമ്മി ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിരിയാണി കാണുമ്പോൾ തന്നെ നല്ല ഡെലീഷ്യസ് ആയിരുന്നു. അതും ഷെഫിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ബിരിയാണി കഴിച്ചിട്ടില്ല എന്നാണ് ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത 2 ടീം എന്ന് പറയുന്നത് സുചിത്രയാണ്. സുചിത്രേൻ്റെ സിസ്റ്ററുമാണ്. അവർ ഒരു വലിയൊരു ഊണ് തന്നെയാണ് ആ മേശയിൽ എത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഈ താലിയൊക്കെ കാണില്ലേ, നോർത്ത് ഇന്ത്യൻ താലി കാണുന്ന പോലെ നമ്മുടെ മലയാളി താലി എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന് വെച്ചത് കാണാനായിട്ട്. എന്തായാലും അടിപൊളിയാണ് കാണാൻ തന്നെ. അപ്പോൾ അത് ടേസ്റ്റും അടിപൊളിയായിരിക്കും, നമുക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ. അത് അതുപോലെ തന്നെയായിരുന്നു. ഒരു സംഭവബഹുലമായ ഊണ് കഴിച്ച ഫീൽ ഉണ്ടെന്നാണ് ഷെഫ് പറഞ്ഞത്. അടുത്തത് നമ്മുടെ മാഹി ആൻഡ് ഡാഡിയാണ്. അവരുണ്ടാക്കിയിരിക്കുന്നത് ചൈനീസ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. അത് ഇതുവരെ കഴിച്ചതിൽ ആളുകളുടെ അഭിപ്രായം പറഞ്ഞത് വെച്ച് നോക്കുമ്പം അത്ര അങ്ങോട്ട് അടിപൊളിയായി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഫാമിലി ബോണ്ട് അതിൽ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത സെറ്റ് എന്ന് പറയുന്നത് സാബുമോൻ്റെതാണ്. സാബുമോൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് പൂരി മട്ടൻ കുർമ. ഓക്കെ, പൂരി മട്ടൻ കുർമ, അതും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സന്ധ്യാമ്മേൻ്റെ ഒരു വലിയ ബൊഫെ തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോറ്, കപ്പ, മീൻ, പിന്നെ ചെമ്മീൻ എങ്ങനെ പൊള്ളിച്ചത്, കമ്പിൽ കോർത്ത് പൊള്ളിച്ചത്, നെയ്മീൻ കുറുക്കിയെടുത്ത എന്തോ ഒരു കറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ടേബിൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല.
അങ്ങനെയാണ് ഷെഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് കുറേ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു അത്രയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്ന് ഫീൽ ചെയ്തു. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ജിയോ മച്ചാൻ്റെയാണ്. ജിയോ മച്ചാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്, റോസി ചിക്കൻ പാസ്ത. അതും അങ്ങനെ അടിപൊളി എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഒരു റൊമാൻറ്റിക് ഡിഷ്, അവരുടെ ആ ഒരു ബോണ്ടിങ്ങും ലവും ഒക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു ഡിഷ് എന്നാണ് ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും ആഴ്ചയിലെ എപ്പിസോഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് തുടങ്ങിയത് മുതൽ ഇന്നത്തെ എപ്പിസോഡ് വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഇന്നെന്ന് ഷെഫ് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഡിഷസ് അടിപൊളിയായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. സോ ഭയങ്കര ടഫായിരുന്നു സെലക്ട് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ടോപ്പ് 3 അവർ സെലക്ട് ചെയ്തത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അനുമോളും അമ്മയും അശ്വിനും. അതിൽ അമ്മ തന്നെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നമുക്കും അത് ഫീൽ ചെയ്യും കേട്ടോ കാണുന്ന സമയത്ത്. അങ്ങനെയാണ് അനുമോളുടെ ക്യാരക്ടർ എന്നുള്ളത്. അതായത് അമ്മ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങും, അമ്മയ്ക്ക് ഓരോന്ന് ഉണ്ടാക്കണമെന്നുണ്ടാവും, ചിലപ്പോൾ അനുമോൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ തന്നെയാണ് ഫുൾ കുക്ക് ചെയ്തത്. അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു, ചിലരുണ്ടല്ലോ, ചിലർ മനസ്സിലങ്ങോട്ട് വിചാരിച്ചാൽ പിന്നെ ആരും അതിൽ കൈയിടുന്നതും കൈ കടത്തുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അവർ പെർഫെക്ഷനിസ്റ്റ്. അതുകൊണ്ടായിരിക്കണം അനുമോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നതും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ടാക്കണം, എങ്ങനെ ആക്കണം എന്നൊക്കെയാണ് അശ്വിനോട് പറയുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു മയത്തിലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ നന്നായി ചെയ്യുമായിരിക്കില്ലേ എന്ന് ഞാൻ ചിന്തിച്ച സെയിം സാധനം അനുമോളുടെ അമ്മ പറയുന്നത് കേട്ടു. അശ്വിനോട് കുറച്ച് മയത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ ചെയ്തേനെ. പക്ഷേ അശ്വിൻ ഇന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിനുള്ള കാരണം അവിടെ അവർ പറയുന്നുണ്ട്, ടിങ്കിൾ പറയുന്നുണ്ട്, അമ്മയുള്ളതുകൊണ്ടായിരിക്കണം അശ്വിൻ അങ്ങനെ, അമ്മയുടെ സ്നേഹത്തിൻ്റെ മുന്നിലാണ് അശ്വിൻ വീണു പോയതെന്ന്. അത് ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. അനുമോളാണെങ്കിൽ അവനെ ശാസിച്ച് കൊല്ലുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എഴുതാം കേട്ടോ. അപ്പം ടോപ്പ് 3 വന്നിരിക്കുന്നത് സുചിത്ര, അൻസിബ ആൻഡ് അനുമോളാണ്. ഈ ടോപ്പ് 3യിൽ നിന്നും കുക്ക് ഓഫ് ദി വീക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സുചിത്ര ആൻഡ് ടീമിനെ ആയിരുന്നു. അത് അങ്ങനെ തന്നെയാണ്, അടിപൊളിയായിരുന്നു അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ കുക്ക് ഓഫ് ദി വീക്ക് സുചിത്ര.